ഹായ്. അപ്പോൾ ഇന്നൊരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് ഞാൻ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പലചരക്ക് കടയിൽ, പിന്നെ നമ്മുടെ കാറ്ററിംഗ് സർവീസ്, പിന്നെ ഈവൻ്റൊക്കെ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ചില കാർഡ്സൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഈ അരി ഇതൊക്കെ മേടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അരിനകത്ത് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു സ്ക്രാച്ച് കാർഡാണിത്. അപ്പോൾ ഇത് മിക്ക ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ എൻ്റെ ഉപ്പ അടക്കം പലചരക്ക് കടയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഉപ്പ ഓടുന്ന തന്നതാണ് അത് എനിക്ക്. അപ്പോൾ അവിടെ പലചരക്ക് കടയിൽ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സാധനം എടുത്ത് കളയാറ്, ഇതെന്താണ് ഉപയോഗം എന്ന് അവർക്ക് അറിയാത്തതുകൊണ്ട് അവരെടുത്ത് കളയും. അങ്ങനെ എനിക്ക് ദിവസം കൊടുന്നു തന്നു. അവസാനം എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു 300 രൂപ കിട്ടി. അപ്പോൾ സംഭവം സിമ്പിൾ, ഒരു ചെറിയൊരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഷോർട്ടാണ് ഇത്. ഷോർട്ട് വീഡിയോ ആണ്. കാരണം എന്താ വെച്ചാൽ ഈ പലചരക്ക് കടയിൽ ഈ നമ്മൾ ഈ ബൾക്കായിട്ടുള്ള ചാക്കൊക്കെ നമ്മൾ എടുക്കുമല്ലോ, അരി ചാക്ക്. അപ്പോൾ അങ്ങനത്തെ ചാക്കിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സാധനം കിട്ടും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുന്നത് ഉപകാരപ്പെടും. കുറേ ആൾക്കാരുടെ കയ്യിൽ ഇത് കിട്ടിയിട്ടുണ്ടാവും, അറിയാത്തതുകൊണ്ട് കുറേ ആൾക്കാർ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വലിച്ചെറിഞ്ഞ കൂട്ടത്തിൽ എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്കിത് ഉപകാരപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ നേരെ വീഡിയോക്ക് പോയാലോ. ഇതുണ്ടോ, ഈ കാർഡാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ 2 കാർഡ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ച് ഒരു 300 രൂപ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലോട്ട് ഞാൻ ക്രെഡിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കവറിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതിൻ്റെ സ്ക്രാച്ച് കാർഡ് എക്സ്ട്രാ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ബാപ്പിൾ, ഈ ആപ്പ് നമ്മുടെ ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറിലും ഉണ്ടാവും. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കാർഡിൻ്റെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ നമ്മുടെ മൊബൈൽ റീചാർജ് കാർഡ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതേ രീതി സിസ്റ്റമാണിത്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച കാർഡാണ് ഇത് 2 ഇതൊന്ന്. ഇത് 200-ൻ്റെ കാർഡ്, ഇത് 100-ൻ്റെ കാർഡ്. അപ്പോൾ ഇതിൽ നമ്മുടെ ബാക്കിൽ ഇതാണ്ടോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ചുരണ്ടി കഴിഞ്ഞാൽ നമ്പേഴ്സ് നമ്മൾ അടിച്ചു കൊടുക്കുക. ആ നമ്പേഴ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള എമൗണ്ട് എത്രയാണോ അത് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് ക്രെഡിറ്റ് ആവും. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് എൻ്റെ മൊബൈൽ വഴി ഞാൻ ചെയ്തതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊരു ഫേക്കായിട്ടുള്ള ഒരു പറ്റിക്കാനും വേണ്ടിയിട്ടൊന്നുമല്ല, ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ കേട്ടോ അത്. അപ്പോൾ ജസ്റ്റ് ആ ആപ്പ് വഴി ഞാൻ ജസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബാപ്പിൾ അവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്കാണ് ഫോൺ നമ്പർ പാസ്വേഡ് കൊടുക്കുക. ഇനിയിപ്പോൾ പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുക്കുക. അല്ലെങ്കിൽ തുടക്കക്കാർക്കാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് നെയിം അടിക്കുക, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്. പിന്നെ നിങ്ങളിത് വീട്ടിലാണോ അല്ലെങ്കിൽ ബിസിനസ്സാണോ, ഇതൊക്കെ ചോദിക്കുന്ന ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലൊക്കേഷൻ ഇപ്പോൾ നിങ്ങൾ എവിടെ വരുന്നത് അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പേജ് വരുന്നത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് തോന്നുന്നു, നമ്മുടെ ഏജ് കാര്യങ്ങളും. ജസ്റ്റ് ഈ ഫോം ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതുണ്ടോ ആപ്പിലോട്ട് കണക്റ്റ് ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പാസ്വേഡ്, ഇപ്പോൾ ഞാൻ അടിച്ച പാസ്വേഡ് ഏതാണോ ആ പാസ്വേഡ്, നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡ് ഏതാണോ ആ പാസ്വേഡ് കൊടുക്കുക. മൊബൈൽ നമ്പറും പാസ്വേഡും തെറ്റാണ്ട് അടിച്ചതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. എന്താണോ ഇതിന്ന് കിട്ടിയൊരു എമൗണ്ടാണ് ഈ കാണുക, 1500 രൂപ ഉണ്ട്. അപ്പോൾ ഈ 14ഓളം കാർഡ് ഞാൻ സ്ക്രാച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയൊരു എമൗണ്ടാണ് ഈ 1500. അപ്പോൾ ഇതൊരു ഫേക്കല്ല, ജസ്റ്റ് ഒന്ന് ലൈവായിട്ട് ഞാൻ ചെയ്യണത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കാർഡ് സ്ക്രാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കയ്യേറ്റൊക്കെ ചുരണ്ടാതെ ഇരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞാൻ പണ്ട് കേട്ടൊരു കാര്യമാണ്, അപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നുള്ളൂ. നമ്മുടെ ഇതിൻ്റെ ഉള്ള ഈ സംഭവമല്ലേ, ഈ സിൽവർ പോലത്തെ സാധനം. അപ്പോൾ ഇതൊക്കെ കയ്യേറ്റ് ചുരണ്ടി കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ കോയിനൊക്കെ വെച്ചിട്ട് ചെയ്യാട്ടോ നിങ്ങൾ. അപ്പോൾ ഇതിലൊരു കാർഡ് 100 രൂപയുടെ ഒരു കാർഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 600 രൂപ വന്നിട്ടുണ്ട്. ഞാൻ ലൈവായിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്ത്, പക്ഷേ അത് നേരെ പോലെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ രണ്ടാമത്തെ ഒരു ഇതാണ് കേട്ടോ, റെക്കോർഡിംഗ് ആണിത്. അപ്പോൾ ഇത് 200 രൂപയുടെ കാർഡാണേ. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ അടിക്കുക. എന്നിട്ട് നമ്മുടെ ഈ നമ്പേഴ്സ് അടിക്കുന്നിടത്ത് ഉണ്ടോ ഇവിടെ ഫോക്കസ് പോകുന്നുണ്ട്, ഈ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ 2283 ഒരു മിനിറ്റ് 2283
8454 9753 അപ്പോൾ ഒറ്റക്കായതുകൊണ്ടും പിന്നെ ഈ ഫ്ലാഷ് ഓൺ ആക്കിയതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ സബ്മിറ്റ് കൊടുത്ത് കണ്ടോ, എനിക്ക് ആ ക്യാഷ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ മൊബൈലിലോട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ലൈവായിട്ട് ഞാനിപ്പോൾ ഒരു റെക്കോർഡിങ്ങോ അല്ല സ്ക്രീൻഷോട്ട് വഴി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ക്രെഡിറ്റ് ആയി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ജസ്റ്റ് കണ്ടോ, നേരത്തെ 1500 ഉണ്ട്, പിന്നെ 600 ഉണ്ട്, 800 ഉണ്ട്. കണ്ടോ, 300 രൂപ എനിക്കിപ്പോൾ 2 കാർഡ് വെച്ച് എനിക്ക് കയറിയിട്ടുണ്ട് കണ്ടല്ലേ. അപ്പോൾ ഇതാ ആർക്കെങ്കിലും ഉപകാരമാകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ. അപ്പോൾ ഈ ഇങ്ങനത്തെ കാർഡൊക്കെ കിട്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വലിച്ചെറിയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കാണിക്കണ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് കയറിയതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽ കാര്യങ്ങളാണ്. ഇനി ഞാൻ എൻ്റെ മൊബൈലിലോട്ട് മെസ്സേജ് വന്ന അതും ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ മൊബൈൽ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ മെസ്സേജ് എടുത്ത് ആ മെസ്സേജിൽ എനിക്ക് വന്നതാ ഉണ്ടോ, മെസ്സേജ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ തന്നെ എനിക്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് ക്രെഡിറ്റ് ആയത് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാർഡ് ഏത് അരിക്കുന്ന കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോസ് കൈമാറിൻ്റെ ഒരു അരിയുണ്ട്. ആ അരിയുടെ ഉള്ളിൽ നിന്നാണ് ഈ കാർഡ് കിട്ടിയത്. ബിരിയാണി അരി അല്ലേ. അപ്പോൾ ബിരിയാണിൻ്റെ അരിയുടെ ഉള്ളിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈവൻറ്റ്, പിന്നെ കാറ്ററിംഗ് സർവീസ്, പിന്നെ ബൾക്കായിട്ടുള്ള നമ്മുടെ ഈ പലചരക്ക് സാധനം എടുക്കുന്ന അവർക്കൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടും. പിന്നെ അല്ലാണ്ട് അത് ഇപ്പോൾ ഉപ്പ കൂടുന്നതുകൊണ്ടാണ് എനിക്ക് ഉപകാരപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ കണ്ണിൽ ഇങ്ങനത്തെ സാധനമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കളയാണ്ടിരിക്കുക, ജസ്റ്റ് നോക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉപകാരപ്പെടും നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ. പിന്നെ ചാനലൊന്നും മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.